നല്ല കോമഡീസും ലൈക്ക് സിറ്റുവേഷണൽ കോമഡീസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൻ്റെ ഉള്ളിലാണെങ്കിലും നല്ല റെസ്പോൺസ് ആയിരുന്നു. ഗുഡ്, താങ്ക് യു. നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. ആരെയും നമുക്കൊരു കുറവായിട്ടൊന്നും തോന്നിയിട്ടില്ല. പെർഫെക്റ്റ് കാസ്റ്റിംഗ് ഒക്കെയാണ്. ഞാൻ ആക്ച്വലി ട്രെയിലർ കണ്ടിട്ടില്ല. സോ അതെ ചിരിച്ച് ലൈക്ക് അതാ പറഞ്ഞത്, സിറ്റുവേഷണൽ കോമഡീസും സർക്കാസ്റ്റിക് കോമഡി എല്ലാം വർക്ക് ആയിട്ടുണ്ട്. സോ നൈസ്, നല്ല മേക്കിങ്ങുമാണ്, നല്ല ഫിലിമാണ്. ഇതിൽ ചെറിയൊരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം സോറി, ഒച്ച വയ്യ. എന്തായാലും ഒരു ഫൺ വാച്ചായിരിക്കും. എന്താ പറയുക, എല്ലാവരുടെയും കൂടെ ലൈക്ക് എക്സ്പീരിയൻസ് ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ഇതിലോട്ട് ഞാൻ വന്നത് തണ്ണീർമത്തനിലെ ചീഫ് ആണ് ഇതിലും അസിസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ പുള്ളി വിളിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, വരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫ്രീ ആയിരുന്നു, അങ്ങനെ പോയി ചെയ്തതാണ്. എന്തായാലും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം. എന്താ പറയുക, കോമഡി സീരീസ് ഇതുവരെ ഞാൻ മലയാളത്തിൽ കണ്ടിട്ടില്ല. അപ്പം എല്ലാവർക്കും ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ബിക്കോസ് എപ്പോഴും നമ്മൾ ത്രില്ലറല്ലേ കണ്ടുകൊണ്ടിരിക്കണം. സോ ഞാൻ പ്രവീൺ ചേട്ടനോട് താങ്ക്സ് പറയുന്നു ഫോർ ഗിവിങ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഹോട്ട്സ്റ്റാർ ഇസ് വെൽ. അപ്പം എന്തായാലും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാം. പോട്ടെ, കഴിഞ്ഞില്ലേ? എന്തോ സറ്റാരിക്കൽ ആസ് ഇൻ ഇത് അങ്ങനെ, അതായത് ദീപ് ചേട്ടൻ ഇതിൻ്റെ റൈറ്ററില്ലേ, ദീപ് ചേട്ടൻ്റെ വ്ളോഗ്സിലൊക്കെ വരുന്ന അതേ ഒരു ക്യാരക്ടേഴ്സിനെ ഇവർ എന്താ പറയുക, റിയൽ ലൈക്ക് അതായത് സിനിമ വേൾഡിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എഴുത്തിലിങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന ക്യാരക്ടേഴ്സ് പെട്ടെന്ന് ഇങ്ങനെ ഇമാജിനറി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് സിനിമയിലോട്ട് വന്നപ്പോഴത്തേക്കും അതിൻ്റെ ഒരു പരിപാടി, ഒരു ഇമാജിനറി ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ കുറേ പേര്. അപ്പം എന്തായാലും നിങ്ങൾ കാണുക, ഫുൾ എപ്പിസോഡ് കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കാം. നന്നായിരുന്നു. ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സീരീസാണ്. സന്തോഷമുണ്ട് കാണാൻ പറ്റിയതിൽ. എല്ലാവരും പെർഫോമൻസ് ഭയങ്കര എന്താ പറയുക, നമുക്ക് ഭയങ്കര ചിരിക്കാനുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്, ഒരുപാട് സീൻസ് ഉണ്ട്. ഭയങ്കര രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരുടെയും പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. നീല ചേച്ചി അടിപൊളിയായിട്ടുണ്ട്. സണ്ണിവേൻ ചേട്ടൻ, എല്ലാവരും ഭയങ്കര രസമായിട്ടുണ്ട്. പരിചയമുള്ള ഒരുപാടുണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരുടെ പെർഫോമൻസും ഗംഭീരമായിട്ടുണ്ട്. കഥ നല്ല രസമുണ്ട്, നന്നായിട്ടുണ്ട്. ഹോട്ട്സ്റ്റാറിലും എല്ലാവരും കാണാം. എനിക്ക് സത്യം പറഞ്ഞ വെബ് സീരീസ് ആയിട്ട് ഫീൽ ചെയ്തില്ല. എനിക്ക് സിനിമ പോലെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ തോന്നിയത്. അതിൻ്റെ ഒരു ഫീലായിരുന്നു. സിനിമ പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഒരിടത്തും സീരീസാണ് എന്തോ തിയേറ്ററിൽ വന്ന് കണ്ടതുകൊണ്ടായിരിക്കും അങ്ങനെ ഫീൽ ചെയ്തില്ല. എല്ലാവരും പരിപാടി എങ്ങനെയുണ്ട്? ആക്ച്വലി ഇത് ദീപു പ്രദീപിൻ്റെ പ്രവീൺ ഡയറക്ടർ ദീപു പ്രദീപിൻ്റെ പഴയ ബ്ലോഗുകളിലൊക്കെ കാണുന്ന സ്വഭാവമുള്ള ചെറിയ കാരിക്കേച്ചർ സ്വഭാവമുള്ള ക്യാരക്ടേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ കുഞ്ഞിരാമായണത്തിലൊക്കെ കണ്ട പോലെ അതെ ദീപുവിൻ്റെ എല്ലാ സ്ക്രിപ്റ്റിലും ആ ഒരു സ്വഭാവം ഉണ്ടാവാറുണ്ട് എപ്പോഴും. ഏതെങ്കിലുമൊക്കെ ക്യാരക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ ഇത്തിരി കാരിക്കേച്ചർ സ്വഭാവം, ഈവൻ പത്മിനിയിൽ ഇപ്പോൾ ഞാൻ ചെയ്ത ക്യാരക്ടർ ഇത്തിരി കാരിക്കേച്ചർ സ്വഭാവം കയറി നിൽക്കുന്ന സ്വഭാവമുള്ള ക്യാരക്ടേഴ്സാണ്. ഇതിലും എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ചിരിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം 3 എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ബാക്കി വരും. ബാക്കി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടിയും ഈ പഞ്ചായത്ത് ഓഫീസിനൊക്കെ പുറത്തുള്ള ബാക്കിയുള്ള നാട്ടിലെ ക്യാരക്ടേഴ്സിൻ്റെ സ്വഭാവത്തിലേക്കും അവരുടെ കഥകളിലേക്കൊക്കെ കയറി ചെല്ലുന്ന എപ്പിസോഡുകളാണ് ഇനി വരാനുള്ളത്. അപ്പോൾ അത് എന്തായാലും നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഹോട്ട്സ്റ്റാറിലുണ്ടാവും, എല്ലാവരും കാണുക. ഓക്കെ, അഭിപ്രായങ്ങൾ പറയാം. നമ്മുടെ വെബ് സീരീസ് 5-ാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ വരികയാണ്. ഞാൻ അതിൻ്റെ റൈറ്ററാണ്. നമ്മളൊരു പേരില്ലൂർ എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ഗ്രാമം നമ്മൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് രസമുള്ള ക്യാരക്ടേഴ്സും ഒരുപാട് മൊമെൻറ്റ്സും ഉണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഒരു പഞ്ചായത്ത് ഇലക്ഷനും മാളവികയും ശ്രീകുട്ടനും തമ്മിലുള്ളൊരു പ്രണയവുമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ചിരി ഉണർത്തുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. ഒരുപാട് പുതിയ ആർട്ടിസ്റ്റുകളുണ്ട്. 125ഓളം ക്യാരക്ടേഴ്സ് തന്നെ നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു വെബ് സീരീസ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഒരു ആദ്യത്തെ സംരംഭമാണ്. മലയാളത്തിലെ ഹോട്ട്സ്റ്റാറിൻ്റെ 3ാമത്തെ വെബ് സീരീസുമാണിത്. അപ്പോൾ 7 എപ്പിസോഡാണ് ടോട്ടൽ ഡ്യൂറേഷൻ. എല്ലാവരും കാണുക. അതിനെ കണ്ടിട്ട് നമ്മുടെ അടുത്ത് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. താങ്ക് യു.